ഇനിയും ഒരിക്കൽ കൂടി എന്നെ വെല്ലുവിളിക്കാൻ നോക്കിയ നിന്നെ ഞാൻ വെറുതെ വിടില്ല. കണ്ണുകൾ ചുവന്ന് വിരൽ ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ നീലിമയുടെ മുന്നിൽ ജഗൻ പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ എന്തു ചെയ്യും നീ? പറയടി. അവൻ ഓരോ ചുവടായി അടുത്തേക്ക് വന്നു. നീലിമ ഭയന്ന് പിന്നിലേക്ക് നീങ്ങി. അരുത്, അടുത്തേക്ക് വരരുത്. എന്താണെങ്കിലും അകലം പാലിച്ചുകൊണ്ട് സംസാരിക്കാം. അവളുടെ ശബ്ദം വിറച്ചിരുന്നു. എന്നാൽ ആ ഭയം തന്നെ ആസ്വദിക്കുന്നത് പോലെയായിരുന്നു ജഗന്. അടുത്തു വന്നാൽ എന്ത് ചെയ്യും നീ? നിന്നെപ്പോലെയുള്ള പെണ്ണുങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് എനിക്ക് നന്നായി അറിയാമടി. അതെല്ലാം ഞാൻ തരാം. പിന്നെന്തിനാ ഈ മാന്യതയുടെ നാടകം കളിക്കുന്നത് നീ? അവൻ്റെ വാക്കുകൾ അവളുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിച്ചു. ഇങ്ങനെ എന്നെ അപമാനിച്ച് സംസാരിക്കരുത് നിങ്ങൾ എന്ന് പറയാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ കണ്ണിലെ ക്രൂരത അവളുടെ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. പെണ്ണിന് വേണ്ടത് വാങ്ങിക്കൊടുക്കുന്നതാണ്. എന്തു വില കൊടുത്താണ് വാങ്ങുന്നതെന്ന് ആരും ചോദിക്കാറില്ല. അവളുടെ ഉള്ളിൽ ദേഷ്യം അഗ്നിപർവ്വതം പോലെ തെളിച്ചു. എല്ലാ സമയം ഞാൻ മിണ്ടാതിരിക്കില്ല. അവളുടെ വാക്കുകൾ കേട്ട് ജഗനൊന്ന് പുഞ്ചിരിച്ചു. ഓ, നിനക്ക് ധൈര്യമുണ്ടോടി? നിന്റെ നോട്ടം കൊണ്ട് എന്നെ ചുട്ടുകളയും പോലെ ഉണ്ടല്ലോടി ഇതെല്ലാം. അടുത്ത നിമിഷം അവൻ നീലിമയുടെ ഇടുപ്പിൽ പിടിച്ച് തൻ്റെ ശരീരത്തോട് ചേർത്തു. അവളുടെ വിറക്കുന്ന ചുണ്ടുകളും മാൻപേടിയുള്ള കണ്ണുകളും അവൻ നോക്കി നിന്നു. ആ നിമിഷം വരെ ഭയന്നു വിറച്ച പെൺകുട്ടി പെട്ടെന്ന് ധൈര്യവതിയായി. സ്വയം രക്ഷിക്കാൻ കയ്യിൽ ഒളിപ്പിച്ചിരുന്ന ചെറിയ കത്തി പുറത്തേക്കെടുത്തു. ജഗൻ വീണ്ടും അവളോട് അടുക്കാൻ ശ്രമിച്ച നിമിഷം കത്തി അവൻ്റെ അരയിൽ ആയത്തിൽ പതിച്ചു. ആ വേദനയിൽ അലറിക്കൊണ്ടവൻ പിന്നിലേക്ക് മാറി. നിന്നെ ഞാൻ ശരിയാക്കുമടി. പല്ലുകൾ കടിച്ചു പിടിച്ച് ഭീഷണിപ്പെടുത്തിയ ശേഷം ചികിത്സിക്കാനായി അവൻ അവിടെ നിന്ന് ഓടിപ്പോയി. അവൻ പോയതോടെ നീലിമയുടെ കയ്യിൽ നിന്ന് കത്തി താഴേക്ക് വീണു. അവൾ കസേരയിലേക്ക് തളർന്നിരുന്നു. ഇത്ര നേരം പിടിച്ചു വെച്ച ധൈര്യം ഒരു നിമിഷം കൊണ്ട് തകർന്നു. ഇത്രയും വൃത്തികെട്ട മനുഷ്യനാണോ ഇയാൾ? കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. തുടക്കാൻ പോലും ആരുമില്ല, ആശ്വസിപ്പിക്കാനും ഒരാളുമില്ല. ഒരു പെണ്ണിൻ്റെ മാനവും ഭയവും ഒരുമിച്ച് തകർന്നു വീണ നിമിഷമായിരുന്നു അത്. അതേസമയം നഗരത്തിലെ ആഡംബര നക്ഷത്ര ഹോട്ടലിലെ ഒരു മുറിയിൽ അനിത കാത്തിരിക്കുകയായിരുന്നു. അല്പസമയത്തിനകം വാതിൽ തുറന്ന് അജയ് അകത്തേക്ക് വന്നു. ഒരു നിമിഷം പോലും പായാകാതെ അവളവൻ ചേർത്ത് പിടിച്ചു. അവനും അവളും ലോകം മറന്ന് അവരുടെ മോഹങ്ങളിൽ മുഴങ്ങിപ്പോയി. 10 മാസം പ്രായമുള്ള സ്വന്തം കുഞ്ഞ് ആശുപത്രിയിൽ കിടക്കുകയാണെന്ന ചിന്ത പോലും അനിതയുടെ മനസ്സിലില്ലായിരുന്നു ആ നിമിഷം. ഭർത്താവിനോടുള്ള വിശ്വസ്തതയും മാതൃത്വത്തിൻ്റെ വേദനയുമെല്ലാം അവൾ എവിടെയോ ഉപേക്ഷിച്ചിരുന്നു. അവളുടെ ശരീരം താഴ്ക്കിക്കൊണ്ട് അജയ് ചിരിച്ചു. അനു ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്ന് ആരും പറയില്ല. ഇപ്പോഴും പഴയതുപോലെ തന്നെയുണ്ട്. അവൾ അഭിമാനത്തോടെ അത് കേട്ട് ചിരിച്ചു. ദാമ്പത്യ ജീവിതം എങ്ങനെയുണ്ട്? എനിക്കെന്താ, ഞാൻ സുഖമായിരിക്കുന്നു. പിന്നെ അവൾ ചോദിച്ചു, ഞാൻ പറഞ്ഞ കാര്യം എന്തായടി? ജഗൻ നിന്നെ വിശ്വസിച്ചു? അജയ് കണ്ണുകൾ അസൂയ നിറഞ്ഞുകൊണ്ട് ചോദിച്ചു. ജഗൻ പുതിയ ഡിസൈൻ പുറത്തിറക്കാൻ പോകുകയാ. അതിനു മുമ്പ് അത് എനിക്ക് വേണം. അല്ലെങ്കിൽ അവൻ്റെ സ്വപ്നം ഞാൻ തന്നെ തകർക്കും. എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? അവൻ എന്നോട് സംശയം തുടങ്ങിയിട്ടുണ്ട്. അതാണ് എനിക്കും വേണ്ടത്. അജയുടെ ചുണ്ടിൽ ക്രൂരമായി ചിരി വിരിഞ്ഞു. ജഗൻ ഒരിക്കലും സന്തോഷവാനായി ജീവിക്കരുത്. ഒരിക്കലും. അവരുടെ അടുത്ത ചതിയുടെ അവിടെ രൂപം കൊണ്ടു. എന്നാൽ ആശുപത്രിയിൽ ആ സംഭവത്തിന് ശേഷം അറിയാതെ നീലിമ ഒന്ന് ഉറങ്ങിപ്പോയിരുന്നു. പക്ഷെ അവൾ കണ്ണു തുറന്നപ്പോൾ കണ്ടത് ദിയയാണ്. ജഗൻ്റെ മുകളിൽ തലവെച്ച് ഒരു കൊച്ചു ദിയ ഉറങ്ങുകയാണ്. ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ അവളുടെ മനസ്സിൽ നിന്ന് ശാന്തമായി. അത്രയും നേരം ക്രൂരനായി പെരുമാറിയ ജഗൻ തന്നെയാണോ ഇതെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ ശാന്തി നിമിഷങ്ങൾക്ക് മാത്രമേ നീണ്ടെടുത്തുള്ളൂ. നീലിമയും ആ ബെഡിൽ കിടന്നിരുന്നു. പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ അവൻ നിലത്തേക്ക് വീണ്. കോപത്തോടെ എഴുന്നേറ്റ് ജഗൻ അലറി, എന്തേ, ബുദ്ധിയില്ലേടി നിനക്ക്? ഓ കടുവ, എന്തൊരു അലറല അയാൾക്ക്! അവൾ പിറുപിറുത്തു. അവൻ ദേഷ്യം കൊണ്ട് അവളെ നോക്കി. നീലിമയുടെ കണ്ണുകൾ വീണ്ടും ഭയം നിറഞ്ഞു. അപ്പോഴാണ് ദിയ കരഞ്ഞത്. കുഞ്ഞിനെ കയ്യിലെടുത്ത് നീലിമ സ്നേഹത്തോടെ ആശ്വസിപ്പിച്ചു. ആ കാഴ്ച കണ്ട് ജഗൻ നിശബ്ദനായി നോക്കി നിന്നു. അവളുടെ കൈകളിലെ മാതൃസ്നേഹം അവൻ്റെ മനസ്സിൽ ഒരു നിമിഷം സ്പർശിച്ചെങ്കിലും അവൻ്റെ അഹങ്കാരം അതിനെ ഉടൻ തന്നെ മറച്ചു വെച്ചു. ആശുപത്രി വിട്ട് വീട്ടിലേക്ക് പോകാനുള്ള സമയം വന്നു. മമ്മി എൻ്റെ കൂടെ വീട്ടിലേക്ക് വരുന്നുണ്ടോ? ദിയയുടെ നിഷ്കളങ്കമായ ചോദ്യം കേട്ട് നീലിമയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. അവൾക്ക് അരുണിനെ ഓർമ്മ വന്നു. ഇന്നലെ മുതൽ അവനെ താൻ കണ്ടിട്ടില്ല. എവിടെയായിരിക്കും എൻ്റെ കുഞ്ഞ്? എങ്ങനെയായിരിക്കും അവൻ? ആ ചിന്ത അവളെ വേദനിപ്പിച്ചു.
അപ്പോൾ ജഗൻ അവളുടെ അരികിൽ വന്നു നിന്നു. ദിയ ചോദിച്ചതിന് നീ വരുമെന്ന് മറുപടി പറയേ. അവൾ മറുപടി പറയാതെ നിന്നു. അവളുടെ കണ്ണിലെ പ്രതിഷേധം അവൻ വായിച്ചു. അവൻ ശബ്ദം കടുപ്പിച്ചു. നിന്റെ മകൻ നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ വീട്ടിലേക്ക് വന്നാൽ മാത്രം മതി. ആ വാക്കുകൾ കേട്ട നിമിഷം നീലിമയുടെ ഹൃദയം തകർന്നു. ഒരമ്മക്ക് സ്വന്തം കുഞ്ഞിനെ കാണാനുള്ള അവകാശം പോലും വിലപേശുകയാണോ? നിസ്സഹായായി അവൾ തല താഴ്ത്തി. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടേയിരുന്നു. അവളുടെ മൗനം തോൽവിയുടേതല്ലായിരുന്നു. സ്വന്തം മകനെ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ എല്ലാം സഹിക്കാൻ നിർബന്ധിതയായ ഒരമ്മയുടെ നിശബ്ദമായ നിലവിളിയായിരുന്നു അത്. ആ വാക്കുകൾ കേട്ട നിമിഷം അവളുടെ ശരീരം വിറച്ചു. സ്വന്തം മകനെ കാണാനുള്ള അവകാശം പോലും ഒരാൾ ഭീഷണിയായി ഉപയോഗിക്കുമ്പോൾ ഒരമ്മക്ക് അതിലും വലിയ ശിക്ഷ മറ്റെന്താ ഉള്ളത്? എതിർക്കാൻ മനസ്സ് പറഞ്ഞെങ്കിലും അമ്മയുടെ ഹൃദയം അവളെ തോൽപ്പിച്ചു. അവൾ മൗനമായി നിന്നു. അപ്പോൾ ദിയ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. മമ്മി, ഒരു തവണ മാത്രം എൻ്റെ കൂടെ വീട്ടിലേക്ക് വരുമോ? അതിനുശേഷം ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. പ്ലീസ് മമ്മി. കുഞ്ഞിൻ്റെ ശബ്ദം കരച്ചിൽ വിറച്ചു. ആ നിഷ്കളങ്കമായ അപേക്ഷ കേട്ട് നീലിമയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ദിയ അവളുടെ ഗർഭത്തിൽ പിറന്ന കുഞ്ഞല്ല. എന്നിട്ടും ആ കുഞ്ഞിൻ്റെ സ്നേഹം ഒരു കാപട്യവുമില്ലായിരുന്നു. ജഗൻ്റെ ദേഷ്യം അതിരു കടന്നു. ദിയ അടുത്തില്ലായിരുന്നെങ്കിൽ അവൻ്റെ കോപം നീലിമയുടെ മേൽ പതിക്കുമായിരുന്നു. പക്ഷെ കുഞ്ഞിൻ്റെ മുന്നിൽ അവൻ സ്വയം നിയന്ത്രിച്ചു നിന്നു. നീലിമ പതുക്കെ ദിയയുടെ മുന്നിൽ മുട്ടുകുത്തി. കുഞ്ഞിൻ്റെ കവളിൽ തഴുകി. കരയേണ്ട, മമ്മി വരാം. അത് കേട്ടതും ദിയയുടെ കണ്ണുകൾ വീണ്ടും സന്തോഷം വിരിഞ്ഞു. മുത്തുപോലെ വെളുത്ത പല്ലുകൾ കാണിച്ചുകൊണ്ട് അവൾ ചിരിച്ചു. ആ ചിരി കണ്ടപ്പോൾ തകർന്ന മനസ്സിലായിരുന്നിട്ടും നീലിമയുടെ ചുണ്ടുകളിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. ഒരു അമ്മയുടെ സ്നേഹം രക്തബന്ധം നോക്കിയല്ല ജനിക്കുന്നത്. സ്നേഹം മാത്രം മതി. ഹൃദയം അമ്മയാകാൻ അല്പസമയത്തിനു ശേഷം മൂവരും വീട്ടിലെത്തി. കാറിൻ്റെ വാതിൽ തുറന്ന് ആദ്യം ദിയെ കൈപിടിച്ചിറക്കിയത് നീലിമയാണ്. വീട്ടുവാതിൽക്കൽ കടക്കാൻ ഒരുങ്ങിയ നിമിഷം ഒരു കുഞ്ഞിൻ്റെ ഉറക്കമുണർന്ന കരച്ചിൽ അവളുടെ കാതുകളിൽ പതിച്ചു. ആ ശബ്ദം കേട്ടതും അവളുടെ ഹൃദയം ഒന്ന് നിന്നുപോയതുപോലെ തോന്നി. അരുൺ, അവൾ അറിയാതെ വിളിച്ചുപോയി. അടുത്ത നിമിഷം അവളുടെ കണ്ണുകൾ ആ ശബ്ദം വന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു. അവിടെ കണ്ട കാഴ്ച അവളുടെ ശരീരമാകെ തളർത്തിക്കളഞ്ഞു. വിശ്വസിക്കാൻ കഴിയാതെ അവൾ നിശ്ചലയായി നിന്നു. കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടുകൾ വിറച്ചു, ഹൃദയം വേദന കൊണ്ട് പിടഞ്ഞു. ഒരമ്മയുടെ നെഞ്ച് കീറിമുറുക്കാൻ അത്രയും മാത്രം മതി തൻ്റെ കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച.